ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നവരാത്രി തുടങ്ങലായില്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നവരാത്രി വ്രതം എടുക്കുന്നവർ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് രാജഗിര താലിപ്പീട്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നവരാത്രി വ്രതം എടുക്കുന്നവർ കഴിക്കാൻ പറ്റിയ കുറേ റെസിപ്പീസ് ഇട്ടിരുന്നു. അതെല്ലാം കാണാത്തവരുടെ കാണാം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കാണാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് രാജഗിര ഫ്ലോർ എടുത്തിട്ടുണ്ട്. അമരാന്ത് ഫ്ലോർ എന്നും പറയും. ഇത് ഫ്ലോറായിട്ട് വാങ്ങിക്കുന്നതാണ്. ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഹെൽത്തിയാണ്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചെടുത്താണ് ചേർക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ച് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. കുറച്ച് മല്ലിയില മുറിച്ച് ചേർക്കാം. ഇത് നിലക്കടല വറുത്ത് പൊടിച്ചാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ആദ്യം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഇപ്പം വെള്ളം ചേർക്കാതെ ഇങ്ങനെ തന്നെ കുഴക്കുന്നത്. എല്ലാം കൂടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പം വെള്ളം കുറവാകുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർക്കാം. ഇപ്പോൾ വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് കട്ടിക്ക് കുഴച്ചെടുത്തത്. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വെച്ചത്. ഇതിനി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് ആയി. ഇതിനി പരത്തി ചുട്ടെടുക്കണം. ഇതിൽ നിന്ന് ചെറിയൊരു ഉരുള എടുക്കാം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ വരട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഉരുള വെച്ച് കൈ കൊണ്ട് തന്നെ വരത്താം. ബട്ടർ പേപ്പറിന് പകരം വാഴയില കെട്ടുന്നവരാണെങ്കിൽ വാഴയില എടുത്താലും മതി. കൈ കൊട്ടിപ്പിടിക്കുന്നെങ്കിൽ ഒരു ബൗളിൽ വെള്ളം എടുത്ത് കൈ നനച്ചു കൊടുക്കാം. ഇലയുടെ ഒക്കെ പരത്തും പോലെ പരത്താം, റൗണ്ടിൽ പരത്താം. ഇപ്പം ഒരുവിധം വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു അയൺ തവിയിൽ കുറച്ച് നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഈ പരത്തി വെച്ചതെടുത്ത് അതിലേക്ക് കമഴ്ത്താം. ഇങ്ങനെ തന്നെ കമഴ്ത്താം. ഇതിന്റെ ഉള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി തീ കുറച്ച് അടച്ചു വെക്കുന്നുണ്ട് കുറച്ച് സമയം. ഇപ്പോൾ ഇതിന്റെ അടിഭാഗം ഏകദേശം വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ കുറച്ച് നെയ്യ് വറ്റി കൊടുക്കാം. ഇതിന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടച്ച് തീ കുറച്ച് വെക്കാം. ഇപ്പൊ മറ്റേ ഭാഗം പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. തിരിച്ചിടാം. ഇതാ മറ്റേ ഭാഗം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിനി പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. താലിപ്പീട്ട് ഒരു 4 എണ്ണം ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ അളവിന് മുഴുവൻ ചുട്ടെടുത്താൽ ഇത് ഈ സൈസിനുള്ള 6 എണ്ണം ഉണ്ടാവും. താലിപ്പീട്ട് റെഡിയാണ്.